ഹലോ, ആ MG റോട്ടിൽ ഒരു 2 പേരെയും കൂടി നിർത്തണം കേട്ടോ. ആ പ്രകടനം പോകുന്നുണ്ട്, ഒന്ന് ജാമാവാൻ സാധ്യതയുണ്ട്. ഓവർ. ആ സാറേ, ചേട്ടനെ വിടുവോ? എടോ, ചേട്ടന് വിടാൻ പറ്റില്ല, വലിയ പ്രശ്നക്കാരനാണ് അയാള്. എന്ത് പ്രശ്നം? ഏത് നേരം കാശ് ചോദിക്കും. ആര്? എന്റെ ചേട്ടൻ സാറിനോട് കാശ് ചോദിക്കാനോ? തന്റെ ചേട്ടൻ ഞങ്ങളോട് കാശ് ചോദിക്കും. എന്തിനാത്? ഞങ്ങളാണ് എപ്പോഴും കാശ് ചോദിക്കണത്, പക്ഷെ അയാൾ പ്രശ്നം ഉണ്ടാക്കും. എന്ത് പ്രശ്നം? എന്ത് പ്രശ്നമാണെന്ന് വെച്ചാൽ എന്താ എപ്പോഴും ഇങ്ങനെ കാശ് ചോദിക്കണത് സാറേ? അത് അങ്ങനെ ആയാൽ ശരിയാവോ, അങ്ങനെ ശരിയാവോ? അതൊരു മര്യാദ അല്ലല്ലോ, ഇത് പോലീസ് സ്റ്റേഷനല്ലേ ഇത്. അപ്പൊ അതാണ് പ്രശ്നം. സാറേ, എന്റെ ചേട്ടനൊരു പാവണം, ഒന്ന് ഒഴിവാക്കി താ സാറേ, പ്ലീസ്. അത് ശരി, പാവാണ് ആള്. അതെ, അത് ശരി. ആ വത്സല മാഡം, അതാ ഇവിടെ ഇയാളുടെ ചേട്ടനൊന്ന് പറഞ്ഞു വിട്ടോളൂ. ഇയാള് ജാമ്യം എടുത്തിട്ടുണ്ട്. എത്ര ജാമ്യം എടുത്തിട്ടുണ്ട്? നമുക്ക് 2 പേർക്കുള്ളതുണ്ട്. കള്ള ജാമ്യം ഒന്നല്ലല്ലോ? അല്ലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഇത് വെറുതെ കിട്ടിയതല്ലേ, എന്തിലാവട്ടെ. പോയിക്കോ, ആളെ കൊണ്ടേക്കോളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ വാ കേട്ടോ. പോലീസ്! പോലീസ്! കള്ളൻ! കള്ളൻ! സാർ, മോഷണം! മോഷണം സാർ, മോഷണം! കോൺസ്റ്റബിൾ മോഷണം! കോൺസ്റ്റബിൾ മോഷണം! കോൺസ്റ്റബിൾ മോഷണം പോയി? അതെ മാഡം, മോഷണം പോയി. കോൺസ്റ്റബിളിനെ എങ്ങനെയാണോ മോഷ്ടിക്കുക? അല്ല, കോൺസ്റ്റബിളിനല്ല. പിന്നെ കോൺസ്റ്റബിൾ മോഷ്ടിച്ചു? അയ്യോ മാഡം, അങ്ങനെയല്ല. താൻ എന്താ പറയാൻ ഉദ്ദേശിക്കണേ? സാറേ, എന്റെ പേര് സത്യശീലൻ. അത് പറയാനാണോ താൻ ഇത്രയും ബഹളം വെച്ചത്? അല്ല, എന്റെ വീട്ടിൽ കള്ളം കയറി. അത്രേ ഉള്ളൂ? അതൊരു പരാതി എഴുതി കൊടുത്താൽ മതി. എങ്കിൽ മാഡം ഒരു പരാതി എഴുതണം. വത്സല മാഡം പരാതി എഴുതില്ല. എങ്കിൽ മാഡം എഴുതൂ. ഞാനാടോ വത്സല മാഡം? സാറേ, സാർ ഒരു പരാതി എഴുതി തരാമോ? അതെന്റെ പണിയല്ല. അപ്പൊ ഇത് ആരുടെ പണിയാണ്? ആ മൊയ്തുവിനെ പോയി കാണോ. ആരെ? മൊയ്തു സാറേ, മൊയ്തു സാറ്. മൊയ്തു സാർ പരാതി എഴുതുവോ? പിന്നെ എഴുത്തും വായനൊന്നും അറിയില്ലെങ്കിലും പരാതി. ഓക്കെ ഓക്കെ, താങ്ക് യു മാഡം, താങ്ക് യു സാർ. എന്താ ഇത്? ഇത് ഷൂ അല്ല, ഇത് മസാല അടിക്കുക. നമസ്കാരം സാർ. മൊയ്തു സാറല്ലേ? മൊയ്തു സാർ നമ്മൾ തന്നെയാ. ഇതൊന്ന് എണീക്ക്. ഏ, ഒന്ന് എണീക്കടോ. എന്തേ? എന്താ കണ്ണു സുഖമുണ്ടോ? ഇല്ലല്ലോ. ഒന്ന് അയച്ചേക്ക്. കുത്തിരിക്കെ. എന്താ എന്റെ പ്രശ്നം? മോശനാണോ പിടിച്ചു പറയാണോ? മോഷണാണ് സാർ. പൈസന്റെ ആവശ്യത്തിന് എന്നെ ആയിരിക്കും മോഷണം. ആയിരിക്കും. ആയിരിക്കും, എനിക്ക് ഉറപ്പില്ലേ? അല്ല, അത് അവരോട് ചോദിക്കണ്ടേ? ഓ, അപ്പൊ സംഘം ചേർന്നിട്ടുള്ള മോഷണേനി? അല്ല സാർ. പിന്നെ ആരാണ്ടോ ഈ അവൻ കള്ളൻ. അപ്പൊ ഇജ്ജിയോ? അയ്യോ, ഞാൻ കള്ളനല്ല സാറേ. ഞാൻ പരാതി പറയാൻ വന്ന ആള്. എന്റെ വീട്ടിലാണ് മോഷണം പോയത്. മിടുക്കൻ. താങ്ക് യു. ഇല്ല, കള്ളൻ. എന്തൊക്കെ മോഷണം പോയി വീട്ടിന്ന്? മോഷണം ഭാര്യ അല്ലാത്ത സാധനങ്ങൾ മുഴുവൻ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചു. ഇതാണ് കള്ളന്മാരെ കുഴപ്പം. കൊണ്ടോണ്ടൊന്നും ഒരു കൊണ്ടുപോകില്ല. അത് ശരിയാ. സാറേ, എത്രയും പെട്ടെന്ന് കള്ളനെ പിടിക്കണം. ഓ, ഒന്ന് ചൂണ്ടിക്കാണിച്ചെന്നാ മതി, നമ്മൾ പിടിച്ചോളാം. അല്ല, അതിപ്പോ എങ്ങനെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്? എനിക്കറിയില്ലല്ലോ. കള്ളനെ പിടിക്കേണ്ട പോലീസിന്റെ പണിയാണല്ലോ. അതോ, അത് നമ്മളെ പണിയാണ്, അത് നമ്മൾ എടുത്തോളൂ. ഇനി എന്താ മാണ്ടിയെന്ന് വെച്ചാല് ഒരു പരാതി എഴുതിത്തരാം. അപ്പൊ ആരാണ് പരാതി എഴുതുക? നമ്മള്. സാർ എഴുതും. എന്നാ സാർ ഒരു പരാതി എഴുതിക്കോളൂ. ഓർഡറോ? അല്ല, റിക്വസ്റ്റ് ആണ്. ആ റിക്വസ്റ്റ് ആവണം. റിക്വസ്റ്റ് ചെയ്യേണ്ട പോലെ തന്നെ റിക്വസ്റ്റ് ചെയ്യണം. അതെങ്ങനെയാണാവോ? അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എണീക്കി. ഒന്ന് എണീക്കി. അതവിടെ വെക്കണോ. അപ്പോഴേക്ക് അതെടുത്ത് അങ്ങോട്ട് ചാർത്തിയോ. ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഞാനിവിടെ. ഇപ്പൊ ഈ പോലീസ്. ഞാൻ പോലീസ്. ഞാൻ കള്ളൻ. സാറ് കള്ളൻ. ഇനി ഞാൻ റിക്വസ്റ്റ് ചെയ്യാൻ പോവാണ്. സാറേ, ഒരു പരാതി ഉണ്ടായിരുന്നു. എന്താണ് പറയൂ. എടോ, ഇത്ര പെട്ടെന്ന് എടുത്ത് എഴുതാൻ നോക്കരുത്, വീണ്ടും റിക്വസ്റ്റ് ചെയ്യിപ്പിക്കണം. സാറേ, ഒരു പരാതി ബോധിപ്പിക്കാണ്ടായിരുന്നു. എന്താണ് നിന്റെ പരാതി? പറയൂ. എടോ, അന്നോടല്ലേ പറഞ്ഞ് ഇത്ര പെട്ടെന്ന് എടുക്കരുത്. ഇങ്ങനെ തൊട്ട് വീണവരെ നമ്മൾ റിക്വസ്റ്റ് ചെയ്യിപ്പിക്കണം. ഏത്? ഒന്ന് എണീക്ക്, ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കും. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് റിക്വസ്റ്റ് ചെയ്യ്. സാറേ, ഇനിയിപ്പോ റിക്വസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പൈസ ഇട്ട് തന്നാ പോരെ? മതി. ഇതൊക്കെ എത്ര ക്ലാസ് എടുത്താൽ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് പോരുക. ജയ മാധവ. നമസ്കാരം സാറേ. നമസ്കാരം. ഇരിക്കാം. നാം കലാമണ്ഡലം സ്വയംഭരണമൂർത്തി സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്നിട്ടുള്ള. എന്താ പേര്? പേര് സത്യശീലൻ. നമ്മുടെ മോഷണ കേസ് അല്ലേ? അതെ സാറേ. വാടകക്കാരനെയാണ് സംശയം അല്ലേ? 100% അവനാണ് സാറേ.
വീട് വാടകയ്ക്ക് കൊടുത്തപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ സംശയം? അല്ല, അവൻ വീട് വാടകയ്ക്ക് എടുക്കോ ഇല്ലയോ എന്ന്. ആ, വാടക ഞാനവനെ ഇങ്ങനെ പിടിക്കും. എല്ലാ വാടകക്കാരുടെ ഡീറ്റെയിൽസും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കളിയോഗത്തിൽ വരെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ശീതള ശീതള ആ ഇത് സാറേ ശീതള പോയിട്ട് ഒരു മുരിഞ്ഞ 8 or 10 വടയും 2 കാൽ ഡ്രിങ്ക്സും കൊണ്ടില്ല. അയ്യോ, എനിക്ക് വേണ്ട സാറേ. കുടിക്കണ്ട, ഞാൻ കുടിച്ചോളാം. 2 2 ഞാൻ കുടിച്ചോളാം. നിങ്ങൾ കുടിക്കാതിരിക്കണല്ലേ, തൊണ്ട ചീത്തയാവുണ്ടോ? മുറുക്കാനോ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. കേമനാ വടക. അല്ല സാർ, കള്ളൻ കള്ളനോ അവിടെ? അല്ല, എന്റെ വീട്ടിൽ മോഷണം പോയി. എന്തൊക്കെയാണ് മോഷണം പോയത് പറയൂ. സാർ, 60,000 രൂപയുടെ സ്വർണം പോയി, 50,000 രൂപ ക്യാഷ് ആയിട്ട് പോയി, പിന്നെ CD പ്ലെയർ വിത്ത് MP3, വാൾ ക്ലോക്ക് വിത്ത് അലാം എല്ലാം പോയി സാറേ. ഇതൊക്കെ പോണേ പൊച്ചോട്ടെ. അപ്പോ വാടകക്കാരെയാണ് സംശയം അല്ലേ? അതെ സാർ, 100%. അവനെ ഉണ്ടല്ലോ, ഞാൻ ദാ ഇങ്ങനെ പിടിക്കും, പേടിക്കണ്ട. കേൾക്കണ്ടല്ലോ. ഇനി കഴിക്കാൻ ഓർഡർ കൊടുക്കാനാണോ? അല്ലല്ല, ഹീറോനെ വിളിക്കാം. ഹീറോ ഒഴിയാ, ആദ്യം കൂടി. എന്താ സാർ? ഹീറോ പോയി മത്സരെ വിളിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ കളിയോട് നടത്തുന്ന രാജപ്പന്റെ കടയിൽ നിന്ന് ഉള്ള ചൂട് പോണ്ട കഴിക്കണം വാങ്ങിച്ചോണ്ട് വരാം കേട്ടോ. ശരിയാ ഞാൻ അനുസരിക്കണ്ട. ഈ കള്ളനുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ഭ്രമരത്തെ പിടിക്കണ പോലെ ഇങ്ങനെ പിടിക്കും കേട്ടോ. മത്സരം വന്നോട്ടെ. നമസ്കാരം സാർ. ഞാൻ കൈക ഇദ്ദേഹത്തിൻ്റെ ഒരു കേസുണ്ട്, മോഷണം പരാതിയൊക്കെ കിട്ടിയിട്ടുണ്ട്. ആ വാടകക്കാരൻ്റെ ഡീറ്റെയിൽസ് എടുക്കുക. വാടകക്കാരൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ലേ? കൊടുത്തിട്ടില്ല സാർ. വാടകക്കാരൻ്റെ ഡീറ്റെയിൽസ് ഇതുവരെ കൊടുത്തിട്ടില്ലേ? ഇല്ലെന്നേ. ഇല്ലെന്നോ? അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇയാളുടെ ഡീറ്റെയിൽസ് ആദ്യം ഞങ്ങൾ വാങ്ങിക്കാം സാർ. കേട്ടോ. ചെല്ലാ കൂടെ ചെല്ലാ. താൻ വരാ വാടോ. മരീജ ശ്രീവസേ ശകലവാവസ്ഫുടേ. കള്ളനെ പിടിക്കുന്നതിന് എന്തിനാണ് മാഡം എന്റെ ഡീറ്റെയിൽസ്? നിങ്ങൾ ആദ്യം കള്ളനെ അന്വേഷിക്കൂ. ആദ്യം തന്നെ പറ്റി അന്വേഷിക്കണം. എന്തിനാ നിങ്ങൾ കള്ളനെ കണ്ടുപിടിക്കൂ? എടോ, താനാണ് ഇപ്പൊ കള്ളൻ. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ ഡീറ്റെയിൽസ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം എന്ന് തനിക്ക് അറിയാൻ പാടില്ലായിരുന്നോ? പാടില്ലായിരുന്നു മാഡം. അതുകൊണ്ട് താനിപ്പോ പാടുപെടും. എന്തിന്? തന്നെ അറസ്റ്റ് ചെയ്യണം എനിക്ക്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല മാഡം. മനസ്സിലാക്കി തരാടോ റാസ്കൽ. FIR തയ്യാറാക്ക. ഓ മാഡം. അയ്യോ, അത് നേരത്തെ എഴുതിയതാണല്ലോ. എനിക്കും എഴുതിപ്പിക്കണം. ഓ, അത് ശരി. അപ്പൊ 2 വേണമല്ലേ കേസ് എടുക്കാൻ? ഓ, താൻ പറ, എന്താ പേര്? പേര് സത്യശീലൻ. ഇയാള് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ സ്റ്റേഷനിൽ തന്നില്ല എന്നുള്ള പേരിൽ ഒരു FIR എഴുതിക്കോളൂ. ഓ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാറേ. അതൊന്നും എഴുതരുത് പ്ലീസ്. എടോ, അതൊക്കെ എഴുതി കഴിഞ്ഞില്ലേ? എപ്പോഴെഴുതി? ആരെഴുതി? മോനെ, പേര് മാത്രമേ എഴുതാനുള്ളൂ, ബാക്കിയൊക്കെ നേരത്തെ ഇവിടെ പ്രിന്റ് ചെയ്ത് വെച്ചതല്ലേ. ശീതള, ഇയാളെ പിടിച്ചകത്താക്ക്. എന്തിന്? ഞാൻ എന്തിനകത്ത് പോണം? എന്താ താങ്കളുടെ കാണിക്കുന്നത്? അത് ഞാൻ എങ്ങനെ അകത്താവും? അതൊന്നും എനിക്കറിയില്ല. മാഡം പറഞ്ഞു തന്നെ അകത്തിടാൻ ഞാനത് ചെയ്യണം. ഞാൻ പരാതി പറയാൻ വേണ്ടി വന്ന ആളല്ലേ, ഞാൻ എങ്ങനെ പ്രതിയാവും? ലോ ഇസ് ലോ. എന്തെന്ന്? അതായത് നിയമമാണ്, ഇല്ലെങ്കിൽ കുഴപ്പാവും. താൻ ഈ വാടകക്കാരന് വീട് കൊടുക്കണ കാര്യം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിരുന്നോ? എന്ത് വലിയ കുറ്റം താൻ ചെയ്തതെന്ന് തനിക്കറിയോ? ഈ വാടകക്കാരൻ തന്റെ വീട്ടിലിരുന്നിട്ട് വല്ല കൊലപാതകങ്ങളോ ബോംബ് സ്ഫോടനങ്ങളോ ആസൂത്രണം ചെയ്തിരുന്നെങ്കിലോ? അവൻ ഓരോന്ന് ആസൂത്രണം ചെയ്യുന്നതിന് എങ്ങനെ ഞാൻ കുറ്റക്കാരനാവുന്നത്? എനിക്ക് മനസ്സിലാവണില്ല. താനല്ലടോ അയാൾക്കുള്ള സ്ഥലം ഒപ്പിച്ചു കൊടുത്തത്. അതുകൊണ്ട് താനും കുറ്റക്കാരനാ, പോട്ടാ നിയമപ്രകാരം. പോട്ടെ. പോട്ടെ. അപ്പൊ എന്നാ പോട്ടെ. പോട്ടെ അല്ലടോ, പോട്ടാ നിയമം. എന്താണത്? ശീതള, പറഞ്ഞു കൊടുക്കൂ, എന്താണ് പോട്ടാ നിയമം? അതായത് മാഡം ആ നിയമം എടുത്ത് കളഞ്ഞു കേട്ടോ സർക്കാർ. അത് അങ്ങനെയാണെങ്കിൽ പിന്നെ IPC എത്രയാ? 49. IPC 49 പ്രകാരം താൻ കുറ്റക്കാരനാണ്. എന്താണ് ഈ IPC 49? ശീതള, പറഞ്ഞു കൊടുക്കൂ. അതായത് ഈ IPC 49 എന്തിനാ മാഡം ഇയാളോട് ഇതൊക്കെ പറയണത്? ഇയാൾക്ക് അതൊക്കെ മനസ്സിലാക്കാനുള്ള വല്ല ബോധമുണ്ടോ? എന്തിനാ നമ്മുടെ തലമട്ടാക്കണം? അങ്ങനെ സംസാരിക്കരുത് എന്നോട്. എനിക്കറിയണം. അത് അറിയാനുള്ള അവകാശം എനിക്കുണ്ട് മാഡം.
ഇയാളോട് പറയാൻ പറയൂ, ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പൊ താനിത് അറിഞ്ഞിട്ടേ പോവുന്ന? അല്ല, എന്ത് കുറ്റം ചെയ്തിട്ടാണ് ശിക്ഷ അനുഭവിക്കുന്നത് എന്നുള്ളത് വ്യക്തി അറിയണമല്ലോ. എടോ, IPC എന്ന് പറഞ്ഞാല് ഇന്ത്യൻ പോലീസ് കേസ്. അതാ പിന്നെ 49 സാർ ഇത് എന്തിന് ഇയാളോട് ഇതൊക്കെ പറയണത്? ഇയാള് വല്ല പുറത്തും പറഞ്ഞു നടന്നാലും ഇതൊക്കെ പറയും പോലെ മേഡം ഇവൻ ചിലപ്പോ ഇന്ത്യന്റെ പുറത്തും പോയി പറഞ്ഞാളൂ. അത് വേണ്ട, ഓനെ പിടിച്ച അകത്താക്ക്. ഞാൻ എന്തിനാണ് അകത്ത് പോകുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? അതന്നെയാണ് പ്രശ്നം. താൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ല. തന്റെ വീട് വാടകയ്ക്ക് കൊടുത്തത് താൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചില്ല. ഇനിയിപ്പോ കോടതി ജാമ്യം നിന്നാലേ തന്നെ വെറുതെ വിടാൻ പറ്റുള്ളൂ. അല്ല, അപ്പൊ നിങ്ങൾ കള്ളനെ പിടിക്കുന്നില്ലേ? ഓരോ കള്ളന്മാരായിട്ട് പിടിച്ചു വരല്ലേ. അത് തൽക്കാലം ഇവിടെ കിടക്ക് കേട്ടോ. സാറേ, ഒരു സംശയം. എന്താ? ഇത് ജാമ്യം കിട്ടുന്ന വകുപ്പാണോ? അത് നിന്റെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും. കയ്യിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിന്റെ കയ്യിലിരിക്കുന്ന കാശിന്റെ തോതനുസരിച്ചിരിക്കും. അത് നീ കൊടുക്കൊണ്ടോടത്ത് കൊടുത്താൽ നിനക്ക് ജാമ്യം കിട്ടും. കൊടുക്കാം. എന്നാ തന്നോ. എത്ര? 500. ഓ, കള്ളം കയറിയത് എന്റെ വീട്ടില്, കാശ് പോയത് എന്റെ. ആ പരാതി പറയാൻ വന്ന എന്നെ പിടിച്ചകത്തിട്ടു. ഈ ഞാൻ 500 റുപ്യ നിങ്ങൾക്ക് അങ്ങോട്ട് തരണം അല്ലേ? എന്നാ ഒരു കാര്യം ചെയ്യാം. പരാതി പറയാൻ വന്ന നിന്നെ ആ കസേരയിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ എല്ലാവരും ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് നിനക്കൊരു 500 രൂപ അങ്ങോട്ട് തരാം. IPC വേണ്ട, ഇതാ കാശ് 500. അതെ, പറയൂ. ഇനിയിപ്പോ ചോദിക്കാലോ. പറഞ്ഞു. എന്താണ് ഈ IPC 49? അതായത് ഞാനത് എന്തെങ്കിലും മനസ്സിലാക്കുകയാണെങ്കിൽ നിനക്ക് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ നിന്നെ പുറത്തിറക്കാനുള്ള വല്ല മാർഗം ഉണ്ടോ നോക്കട്ടോ. കിടക്കാവിടെ. എന്താ തന്റെ പേര്? എന്റെ പേര് സാബു. നല്ല പേര്. അതെ, ഈ IPC 49 എന്ന് പറഞ്ഞ എന്താ അറിയോ? എനിക്കറിയാം. അറിയോ? അറിയാം. ഹായ്, ശീതളിലെത്തിയോ? കേമായിരിക്കണു. തന്നെ പോലെയുള്ള കേമന്മാരെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ആവശ്യം. ദ ഗ്രേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കേമന്മാർസ്. പൊയ്ക്കോളാ, അങ്ങോട്ട് നോക്കണ്ട. പൊയ്ക്കോളാ. ഈ ഭീമൻ കീചകനോടെന്ന പോലെ ഇപ്രാവശ്യം ഞാൻ തനിക്ക് ജാമ്യം തന്നിരിക്കണു. അടുത്ത പ്രാവശ്യം ഈ മസാല മര്യാദക്ക് പൊടിച്ചില്ലെങ്കിൽ പിടിച്ച് ഞാൻ അകത്തിടും. മനസ്സിലായോ? പൊക്കോ. ഡോ വെച്ചിട്ട് പൊക്കോ. എങ്ങനെയുണ്ട് ഇടി? ഓ, ഇനി ഇടി കൂടിയേ ബാക്കിയുള്ളൂ. മാഡം, എന്റെ ജാമ്യം. തന്റെ ജാമ്യം? ഞാനിപ്പോ അകത്താണ്. താൻ എന്ത് ചെയ്തു അകത്ത് പോവാൻ? ഞാനൊന്നും ചെയ്തില്ല. പിന്നെന്തിനാ തനിക്ക് ജാമ്യം? ഞാനൊന്നും ചെയ്തില്ലല്ലോ മാഡം. ഇതൊന്നും ചെയ്തില്ലേ? വീട് വാടക കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തീനോ? അതിന് മേഡം പറഞ്ഞു അന്നെ പിടിച്ചകത്തിടാ. ഞാൻ പിടിച്ചകത്തിട്ട്. ഞാൻ പറഞ്ഞോ? എപ്പോ പറഞ്ഞു? നിങ്ങൾ പറഞ്ഞതാണ് മേഡം. ആ അല്ല, എന്നിട്ട് ഇപ്പൊ ആ വാടകക്കാരൻ എവിടെയുണ്ട്? എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല, പക്ഷെ ഞങ്ങൾക്ക് അറിയണം. ഈ IPC 49 അനുസരിച്ച് എന്താണ് ഈ IPC 49? ഷോർട്ട് ഫോമാ. എന്തിന്റെ? IPCന്റെ അതന്നെയാണ് ചോദിക്കണത്. എന്താണ് IPC 49? ഷോർട്ട് ഫോം ആടോ. അതേ മാഡം, എന്തിന്റെ? IPCന്റെ ആണോ? നിങ്ങൾക്ക് അതെന്താന്ന് മനസ്സിലാക്കി തന്നൂടെ? തനിക്കത് താമസിയാതെ മനസ്സിലായിക്കോളും എൻക്വയറി വരുമ്പോ. മാഡം, എന്റെ ജാമ്യം. താൻ ഇങ്ങനെ ചോദ്യം എടുത്തു തരാം. ഞാൻ എന്താ ഇവിടെ എടുത്തു വെച്ചിരിക്കാം. താൻ എന്തൊരു മനുഷ്യനാണോ? താനില്ല എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച ജാമ്യം വാങ്ങി തരാന്ന് പറഞ്ഞിട്ട് എവിടെ ജാമ്യം? ഞാൻ മസാല അടിക്കണോ? എന്താ മൂപ്പരെ വിളിച്ചേ? എടോ പോടോന്നോ? പോലീസുകാരാണ്. സാറൊന്ന് വിളിക്കണം. വിളിച്ചു നോക്ക്. ഈ ചെങ്ങായി അല്ല, ഈ സാർ എന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി സാറേ. അപ്പൊ പൈസ വാങ്ങിയതാണ് ഇപ്പൊ എന്റെ കുഴപ്പം. ഈയിടെ ഇവിടെ രാഷ്ട്രീയക്കാർ എത്ര പൈസ കൈക്കൂലി എടുത്ത് മേടിക്കണോ? അതിന് നമുക്കൊരു കുഴപ്പമില്ലേ? ശരി, അതൊക്കെ പോട്ടെ. ഈ IPC 49 എന്താണെങ്കിലും ഒന്ന് പറഞ്ഞു തരാങ്ങള്. തോളിന് കൈയെടുക്കാൻ. ഇനി മേലിലത്തെ ഇവിടുന്ന് IPC 49 എന്ന് പറഞ്ഞാല് പടച്ചോനാണ് നേര് അടിച്ചെന്റെ കാറിനെ കുട്ടി ഞാൻ തടത്തോളൂ. സുവർ ഇനി പറയില്ല. സാർമാരെ, എന്റെ ജാമ്യത്തിന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരൂ. എന്റെ ഭാര്യ വീട്ടിൽ കാത്തിരിക്കാതെ അവളതൊന്നും അറിഞ്ഞിട്ടില്ല. ഓളൊന്നും അറിയില്ല. ഓളല്ല, ദുനിയാവ് മുഴുവൻ അറിഞ്ഞോളൂ. നാളെ രാവിലെ പത്രത്തിൽ ഫോട്ടം വരുമ്പോ. പത്രത്തിൽ ഫോട്ടോ വരൂ? പിന്നെ മാഡം, പത്രത്തിൽ ഫോട്ടോ വരൂ? പിന്നെ പത്രത്തിൽ ഫോട്ടോ വരൂ? വെണ്ട കക്ഷരത്തിൽ വരും. അതൊന്ന് പൊക്കി പിടിക്കണോ? പൊക്കി പിടിക്കും. ശരിക്കും പൊക്കി പിടിക്കേ. താഴത്ത് തന്നെ കാണണ്ടേ? താത്തി പിടിക്കാൻ മോന്തായം കാണണം. ഇതെന്തിനാ അങ്ങനെ കണ്ണു തുറച്ചു പോകുന്നത്? ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ സാധാരണ നിന്നാ മതി. സ്മൈൽ ചിരിച്ചോ? സാധാരണ രീതിയിൽ നിൽക്ക്. ഗോഷ്ടി ഒന്നും വേണ്ട. റെഡി?
മേഡം ഇതോ കരുതിക്കുട്ടി ചെയ്യാം മോന്തായി മനസ്സിലാക്കാൻ വേണ്ടി ഡോ അനക്കെന്താ ഞെരുമ്പിന്റെ സൂക്കടുണ്ടോ? നേരെ നോക്ക്, അങ്ങോട്ട് നോക്ക്. താൻ എന്തിനിപ്പോ മോണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കണ എന്തിനാ? ആളെ മനസ്സിലാക്കണ്ടൊക്കെ നേരെ നോക്ക്, അങ്ങോട്ട് നോക്ക്. ആ മതി. ഓക്കെ ഓക്കെ റെഡി. എനിക്ക് പ്രാന്ത് വന്നിട്ടുള്ള മര്യാദ കേക്കടോ. നേരെ നോക്കി ചോദിക്കോ. ഇനി ഇതെല്ലാ പോലീസ് സ്റ്റേഷനിലും പത്ര ഓഫീസിലും പിന്നെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും എല്ലായിടത്തും കൊടുക്കണം. അയ്യോ മാഡം, ഞാനൊരു പാവം സാധാരണക്കാരനാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഒരു തീവ്രവാദിയാക്കി മാറ്റരുത്. ഞാൻ ഇവിടെ വന്നൊരു പരാതി തന്നു എന്നുള്ളൊരു തെറ്റ് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. അത് വലിയ തെറ്റാണ്ടോ? ഏത്? ഈ പോലീസ് സ്റ്റേഷനിൽ വന്നെന്നുള്ളത്. എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഞാൻ പരാതിയും തന്നിട്ടില്ല, എന്റെ വീട്ടില് കള്ളനും കയറിയിട്ടില്ല. പോരെ? അത് ശരി. അപ്പൊ താൻ പരാതി തന്നത് കള്ളായിരുന്നു അല്ലേ? മൊയ്തു എഴുതൂ, അടുത്ത FIR എഴുതൂ. വ്യാജ പരാതി തന്നേന്. അല്ല മാഡം, സത്യമായിട്ട് എന്റെ വീട്ടിൽ കള്ളം കയറി. താനല്ലേ ഇപ്പൊ പറഞ്ഞ കള്ളം കയറിയിട്ടില്ലാന്ന്? അല്ല, അത് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ലേ. ശരി, ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ എന്ത് കള്ളവും പറയുന്ന? അല്ല, രക്ഷപ്പെടാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞല്ല. സത്യമായിട്ട് എന്റെ വീട്ടിൽ കള്ളം കയറി. എങ്ങനെ? സത്യമായിട്ട് ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണ്. എന്ത്? അല്ല, സത്യമായിട്ട് ഞാൻ പറഞ്ഞത് മേഡം, ഞാൻ കള്ളമായിട്ടല്ല. താൻ എന്തോ പറയുന്നത്? മേഡം ഇവനെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണം. അപ്പൊ അറിയാൻ പറ്റൂലോ ആരാ മോഷ്ടിച്ചത്, ആരാ മോഷ്ടിക്കാത്തത്, ആര് പരാതി തന്നു, ആര് പരാതി തന്നില്ല, എന്തൊക്കെ സാധനങ്ങൾ പോയി എന്ന് വരെ അറിയാൻ പറ്റും. അത് വേണ്ട മാഡം. എന്നാ താൻ സത്യം പറ. എന്നെ നുണ പരിശോധനയ്ക്ക് വിധേയനാക്കണ്ട. താൻ സത്യം പറയടോ. സത്യം പറയണോ? സത്യമായിട്ടും എന്റെ വീട്ടിൽ നിന്നൊരു സൈക്കിള് മാത്രമേ മോഷണം പോയിട്ടുള്ളൂ. കണ്ടോ? അപ്പൊ ഇജ്ജല്ലോ പറഞ്ഞ 60,000 ഉറുപ്പ്യന്റെ സ്വർണ്ണോ 50,000 ഉറുപ്പ്യ. പിന്നെന്താ CD പ്ലെയർ വിത്ത് MP3 പിന്നെ വാൾ ക്ലോക്ക് വിത്ത് അലാം. മൊയ്തു, അടുത്ത കേസും കൂടി ഇയാളുടെ പേരിലേക്ക് ചാർജ് ചെയ്യാം. ഓ, അതെന്തിനാണ് മാഡം? പോലീസിനെ കബളിപ്പിക്കാൻ ശ്രമിച്ചതിന്. മാഡം പ്ലീസ്, മാഡം മാഡം പ്ലീസ്. വേണ്ട, ഇനി ഒരു അക്ഷരയും ഉണ്ടണ്ട, വെറുതെ നിന്നാ മതി. വെറുതെ ഇരിക്കണ്ട, ആൾക്ക് എടുത്തു കൊടുക്കൂ. മസാല പൊടിക്ക് പൊടിക്ക്. മസാല പൊടിക്കടോ. ഞാനോ? പിന്നല്ലാണ്ട് പൊടിച്ചു. അല്ലെങ്കിൽ തന്നെ ഞാൻ നീ ഒലക്കൊണ്ടിട്ട് ഉരുട്ടും വേണോ? വേണ്ട. പൊടിച്ചു. എന്നാ പൊടിച്ചോ. പൊടിച്ചോടോ. സ്പീഡ് കൂട്ടിക്കോ. പഠിക്കും പഠിക്കും. അപ്പോ ജാമ്യത്തിന് 2000 രൂപ, ജയിലിന് 5000 രൂപ. അപ്പൊ ജാമ്യത്തിന് കുറവും ജയിലിന് കൂടുതലോ? പിന്നെ ജയിലിൽ ഇപ്പൊ എന്താ നല്ല ഭക്ഷണം എന്നാ, ആളുകൾ ക്യൂ നിൽക്കുകയാണ് ജയിലിൽ പോകാനായിട്ട്. താൻ പറഞ്ഞോളൂ, തനിക്ക് ജയിൽ വേണോ ജാമ്യം വേണോ? അയ്യോ, അപ്പൊ എനിക്ക് ജയില് മതി. ഐ കേമാ മെട്ടും മെട്ടും മെടുക്കാ. ശീതള ഇവിടെ വരിക. ഹൈ വത്സല ഉണ്ടല്ലോ. ശീതള, ഇതാ ഒരു ജയിൽവാസി. വാടോ ജയിൽവാസി. പോവാ ഇല്ല, നല്ല ഭക്ഷണം കഴിച്ച് വളരാ കേട്ടോ. വത്സല, നമ്മുടെ സത്യശീലനില്ലേ, ആളെ അധികം ദണ്ഡിപ്പിക്കണ്ട കേട്ടോ. ഹ്യൂമൻ റൈറ്റ്സുകാർ അറിഞ്ഞാൽ നമ്മൾ കുടുങ്ങും. അതിന് നമ്മൾ അയാളെ ദണ്ഡിച്ചൊന്നുമില്ലല്ലോ സർ, ഒന്ന് വരട്ടിയല്ലേ ഉള്ളൂ. പിന്നെ കൂടുതൽ വരട്ടി അയാളുടെ ചിലപ്പോ കൂടുതൽ വല്ലതും തടയും. അയാൾ എന്ത് തരുന്നാ പറഞ്ഞത്? ഒരു 20-25,000 വരെ. നമുക്കൊരു 50,000 തുടങ്ങണം കേട്ടോ. ഓ ആയിക്കോട്ടെ. ഇരിക്കാ. ഇല്ല പോവാ. അല്ല ഇരിക്കാ. അല്ല ഞാൻ ഉത്തരാസ്വയംപരത്തിന്റെ കഥ പറഞ്ഞു തരാം. വേണ്ട. മാൻപേട നായികൻ വേണ്ട, പോയിക്കോളാ. സാറേ, ഒരു മിനിറ്റ്. അതെ, 5 ദിവസമായിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. എന്റെ ഭാര്യ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ഇതെന്താണ് കഥ? എന്നെ നിങ്ങൾ പറഞ്ഞു വിടുവോ? ബുദ്ധിമുട്ടാണ് സത്യശീല. എടോ, എൻ്റെ പേരിൽ കേസ് 1ഉം 2ഉം അല്ല. വ്യാജ പരാതി കൊടുത്തു എന്നൊരു കേസ്, വാടകക്കാരൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തില്ല എന്ന് വേറൊരു കേസ്, മോഷണം പോവാത്ത സാധനം മോഷണം പോയി എന്ന് പറഞ്ഞ് വേറൊരു കേസ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയധികം കേസിൽപ്പെട്ട ഈ പക്ക ക്രിമിനലാണല്ലോ. സാർ, ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണം സാറേ, പ്ലീസ്. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഇനി ഒന്നും ചെയ്യണ്ട, കംപ്ലീറ്റ് ആയിട്ട് പോലീസുകാർ ചെയ്തോളൂ. ഓ, ഇനി ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാനാണ്? അന്നെ കൊണ്ട് ഞങ്ങൾ സത്യം പറയിപ്പിക്കണോ? സാറേ, ഇനി എന്ത് സത്യം? ഞാൻ പറയാനുള്ള മുഴുവൻ പറഞ്ഞില്ലേ? പക്ഷെങ്കിൽ ഇത് ഞങ്ങളൊരു രീതിയാ, അത് ഞങ്ങൾ പറയിപ്പിക്കും. ഇനി വേറെ ഒരു മാർഗവും ഇല്ലേ? അതിനിപ്പോ ഒരു മാർഗമുണ്ട്. എന്ത് മാർഗം? പോലീസുകാർ ഇനി എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഈ പോലീസുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ചെയ്യാം. എന്ത് ചെയ്യണം? സന്തോഷിപ്പിക്കണം. ഞാൻ ഇനി തമാശ പറഞ്ഞാൽ മതിയോ? തമാശട്ട പോലീസ് സ്റ്റേഷൻ്റെ അകത്തേക്ക് പറഞ്ഞാല് സത്യശീല കൊന്നാള് ഞാൻ. അപ്പൊ അത് വേണ്ട അല്ലേ? അത് വേണ്ട, ഇങ്ങോട്ട് ഇറങ്ങ്. അപ്പോ മിസ്റ്റർ സത്യശീലൻ,
നിങ്ങൾ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്യധികമായിട്ടുള്ള സന്തോഷമുണ്ട് കേട്ടോ. കേട്ടപ്പോഴേ സന്തോഷമായ സാറേ. നിങ്ങൾ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. Thank you. മൊയ്തു, ഇയാളൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഞാനായിട്ടൊന്നും പറഞ്ഞില്ല, സാറായിട്ട് എന്നോട് പറഞ്ഞോളി. അപ്പൊ സത്യശീല ഒരു 50 പ്ലേറ്റ് അബദ്ധായില്ലേ? ഇതാണ് എന്റെ ഒരു പ്രശ്നം. വാ തുറന്നാൽ ഭക്ഷണകാര്യം മാത്രമേ ഉള്ളൂ, പിന്നെ കഥകളി സംഗീതം. ഒരു കാര്യം ചെയ്യാം, മൊയ്തു തന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുക ആവട്ടെ. സത്യശീല, ഒരു 50,000 ഉറുപ്പ്യ. 50,000 ഉറുപ്പിയോ? ആ 50,000 രൂപ തന്നാ തനിക്ക് രക്ഷപ്പെടാം. എന്നെ ഇവിടുന്ന് വിടാൻ 50,000 ഉറുപ്പിയോ? ഈ തന്നെ ഇവിടെ പിടിച്ചു വെക്കണേ, ഈ പൈസയുടെ കാര്യം ഇല്ലല്ലോ. സത്യമായിട്ട് സാറേ ഇത് കുറച്ച് കൂടുതലാണ്. എടോ സത്യശീല, ഈ ജീവിച്ചിരുന്നാൽ 50,000 1,00,000 ഉണ്ടാക്കാം. പക്ഷെ ജയിലിനകത്ത് കിടന്ന എന്റെ ജീവിതം പോയില്ലേ. മാത്രം ഓഹോ, അപ്പൊ നിങ്ങൾ എന്നെ കൊല്ലുമെന്നാണോ? ഇതുവരെ കൊന്നോ? ഇല്ല, താൻ പരാതി തരാമെന്ന് തന്നെ കൊന്നോ? കൊന്നില്ല. ഈ വാടകക്കാരന്റെ ഡീറ്റെയിൽസ് തന്നില്ല, അന്നെ നമ്മൾ കൊന്നോ അല്ലെങ്കിൽ തല്ലിയോ? ഇല്ല. എടോ സത്യശീല, താൻ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും തന്റെ കാര്യം പോക്കാം. IPC 49. അത് മാത്രല്ല വേറെയും ഒരുപാട് കേസുകളുണ്ടല്ലോ. പിന്നെ തന്റെ ഈ വാടകക്കാരൻ അയാൾ ഒരു തീവ്രവാദിയായിരുന്നെങ്കിൽ തന്റെ മേല് രാജ്യദ്രോഹ കുറ്റം ചുമത്തേണ്ടി വരില്ലേ? രാജ്യം തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. പറ, തനിക്ക് ഒരു രാജ്യദ്രോഹിയാവണോ, ഒരു തീവ്രവാദിയാവണോ? വ്യാജ പരാതി തന്ന തന്നെ കോടതി വെറുതെ വിടുന്ന തോന്നുന്നുണ്ടോ? ഇനി കോടതി വെറുതെ വിട്ടാൽ തന്നെ പോലീസ് വെറുതെ വിടുവോ? ഇനി പോലീസ് വെറുതെ വിട്ടാൽ തന്നെ ഈ തെറ്റ് നമുക്ക് മോചിതനാവാൻ പറ്റുമോ? നിങ്ങൾ നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കൂ സത്യശീല. ചോദിക്കൂ, ചോദിച്ചു നോക്കൂ. ഒന്ന് ചോദിച്ചു നോക്കണോ എന്റെ മനസാക്ഷിനോട്? ഞാൻ പണം തരാം, പക്ഷെ പണം വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരണം. ഹൈ, അത് പേടിക്കണ്ട, ആളെ വിട്ടെടുപ്പിക്കാം. ശീതള, മൊയ്തു, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് പണവുമായിട്ട് തിരിച്ചു വരിക. ആയിക്കോട്ടെ. കേട്ടോ? പൊയ്ക്കോളാ. പട്ടി ഉണ്ടാവും, നോക്കണം. ആരില്ല, പൊയ്ക്കോളാ. മംഗളങ്ങൾ നേരണു. മംഗളങ്ങൾ മംഗളങ്ങൾ നേരുന്നു. പ്രിയമാനസ. 50,000 ഉറുപ്പ്യ. അത് അയാളുടെ പണമാണ്, അയാൾക്ക് തന്നെ കൊടുത്തോളൂ. അല്ല, എന്തിനാണ് ഇനിയിപ്പോ എനിക്ക് തരുന്നത്? ഇത് നിങ്ങൾക്ക് തരാനുള്ളതാണല്ലോ, സാറിനെ വാങ്ങിച്ചോ. ഞങ്ങളെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണേ? നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിലിരിക്കുന്നതാണ്, അത് വാങ്ങിച്ചോളൂ. വാങ്ങിച്ചോളൂന്നേ, ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് ഇനി യു. നിങ്ങളുടെ കൈ കൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് തന്നോളൂ. ദക്ഷിണയായിട്ട് കരുതിയാൽ മതി കേട്ടോ. അല്ല സാറേ, ഇനിയിപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇനി താൻ വേഗം സ്ഥലം വിട്ടോളൂ, അല്ലെങ്കിൽ പോലീസിന് കൈക്കൂലി തന്ന കേസിൽ ഞാൻ അടുത്ത FIR എഴുതിപ്പിക്കും. സത്യശീല ചരിതം അവസാന ദിവസം. അമ്മേ. കളിയോഗത്തിനുള്ളതാ. ആയിക്കോട്ടെ.